ദശകം 14 4-ാമത്തെ ശ്ലോകം വായിച്ച് അർത്ഥം പറയാം. അപ്പം കഴിഞ്ഞ ശ്ലോകത്തിൽ ധ്രുവൻ തപസ് ചെയ്യാൻ പോയ കാര്യവും കർമ്മഫലം കൊണ്ടാണ് ഇതൊക്കെ അനുഭവിക്കുന്നതെന്നും അതിൻ്റെ ദോഷം മാറാൻ തപസ് ചെയ്യാൻ അമ്മ പറഞ്ഞ പ്രകാരം തപസ് ചെയ്യാൻ പോയി എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനി ഈ ശ്ലോകത്തിൽ ആകന്യ സോപി ഭവദർശന നിശ്ചിതാത്മാ മാനീ നിരേത്യ നഗരാത് കില പഞ്ചവർഷഃ സംദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗസ്ത്വമാരാരാധ തപസാ മധുകാനനാന്തേ. ഇതിൽ ആകന്യ സോ അപി എന്ന് പറഞ്ഞാൽ ആ അമ്മയുടെ ഉപദേശം കേട്ടിട്ട്, ആ ധ്രുവൻ ആ അമ്മയുടെ ഉപദേശം കേട്ടിട്ട്, സോ അപി അവനാകട്ടെ, ആ ധ്രുവൻ ഭവദർശന നിന്തിരിവടിയെ സേവിക്കുന്നതിൽ ഉറപ്പിച്ച്, നിശ്ചിതാത്മാ ഭഗവാനെ സേവിക്കുന്നതിൽ ഉറപ്പിച്ച്, മാനി ആ മാനിയായ എന്ന് വെച്ചാൽ ആ അപമാനം സഹിക്കാൻ പറ്റാത്ത ആ ധ്രുവൻ, അപമാനം സഹിക്കാൻ പറ്റാത്ത ആ ധ്രുവൻ നഗരാത് നിരേത്യ നഗരാത് നഗരത്തിൻ്റെ പുറത്തേക്ക് പോയി, കൊട്ടാരവും നഗരവും എല്ലാം വിട്ട് പുറത്തേക്ക് പോയി. കില പഞ്ചവർഷഃ ആ 5 വയസ്സ് മാത്രമുള്ള ആ കുട്ടി തപസ്സിനായി നഗരം വിട്ടു പോയി. സംദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗഃ ആ അതെല്ലാം മനസ്സിലാക്കി നാരദൻ ആ കുട്ടിയെ വഴിയിൽ വെച്ച് കണ്ടു. സംദൃഷ്ട കണ്ടിട്ട്, നാരദ നിവേദിത മന്ത്രമാർഗഃ എന്ന് വെച്ചാൽ അത് കൊച്ചു കുട്ടിയായതുകൊണ്ട് ആ തപസ്സിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കുറേ ശ്രമിച്ചു. എങ്കിലും ആ കുട്ടി അത് ഒന്നും കേട്ടില്ല. അങ്ങനെ അവസാനം ആ നാരദമുനി പറഞ്ഞു കൊടുത്ത ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു. ആ മന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രം എന്നാണ് പറയുന്നത്. ആ മന്ത്രം പറഞ്ഞു കൊടുത്തു. ആ മന്ത്രം അത് വേറൊന്നും പറയാനുള്ളത് കുട്ടി ആ മന്ത്രം മാത്രം പറഞ്ഞ് തപസ് ആരംഭിച്ചു എന്നാണ് പറയുന്നത്. സംദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗഃ ആ നാരദമുനി പറഞ്ഞു കൊടുത്ത മന്ത്രങ്ങൾ ത്വം ആരാധ, ത്വം മാരരാധ എന്ന് വെച്ചാൽ ത്വം നിന്തിരിവടി, മാരരാധ ആരാധിച്ചു, തപസ്സുകൊണ്ട് മധു കാനനാന്തേ ആ കാട്ടിൽ പോയി തപസ് ചെയ്തിട്ട് ആരാധിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. എന്ന് വെച്ചാൽ അതിനെ ആ ധ്രുവൻ ആ ഭഗവാനെ സേവിക്കാൻ ഉറപ്പിച്ചിട്ട്, ആകർണ്യ സ്വാപി ആ ധ്രുവനാകട്ടെ ഭവദർശന നിശ്ചിതാത്മാ ഭഗവാനെ സേവിക്കാൻ ഉറപ്പിച്ചിട്ട്, മാനീ നിരേത്യ നഗരാത് അപമാനം സഹിക്കാൻ പറ്റാതെ നഗരത്തിന് പുറത്തേക്ക് പോയി. കില പഞ്ചവർഷഃ ആ 5 വയസ്സ് മാത്രമുള്ള കുട്ടി പോയി. സംദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ ആ വഴിയിൽ വെച്ച് കണ്ട നാരദ മുനി ആ മന്ത്രം പറഞ്ഞു കൊടുത്തു. ത്വം മാരരാധ ആരാധിച്ചു, നിന്തിരിവടിയെ ആരാധിച്ചു, തപസ്സുകൊണ്ട് തപസാ മധുകാനനാന്തേ ആ കാട്ടിൽ പോയി തപസ്സു ചെയ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം പറഞ്ഞു തപസ്സു ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂര് പറയണത്. ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. ആകർണ്യസോപി ഭവദർശന നിശ്ചിതാത്മാ മാനീ നിരേത്യ നഗരാത് കില പഞ്ചവർഷഃ സംദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗസ്ത്വമാരരാധ തപസാ മധുകാനനാന്തേ.